മുഖം വെള്ളം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരാം. ഞാൻ കൂടെ വരാം. നടക്കാവോ? നവാ പോലീസിനല്ലേ? ആരെങ്കിലും തല്ലിക്കൊന്ന് കാട്ടിക്കൊണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ആടുവാ. അല്ല, ഞാനിവിടെ നിന്നോളാം. വെള്ളത്തിലിറങ്ങിയാൽ ചിലപ്പോ കൈ പഴുക്കും. ശരിയാ. ചേട്ടൻ എന്ത് പറ്റി? വല്ലാതെ കിതക്കുന്നുണ്ടല്ലോ. ഓടിച്ചോ? പോലീസ് നായ ഇറങ്ങിയിരിക്കണമെന്ന് ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വല്ല പുലി ഇറങ്ങിയിട്ടുണ്ടാവുന്ന. നീ ഡാൻസ് പഠിപ്പിക്കാനും കൊണ്ടാ നായ ചിലപ്പോ ഇവിടെ വരും. ഇവിടെയോ? അതിന് ഇവിടെ ആരെങ്കിലും വല്ല മോഷണോ കൊലപാതകമോ നടത്തിയിട്ടുണ്ടോ? ഇല്ല, ചിലപ്പോ വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത നായാണെങ്കിലേ വേലുവേട്ടന്റെ വെടികൊണ്ട് രാഘവൻ വടിയായിട്ടുണ്ടാവും. അത് അന്വേഷിക്കാനായിരിക്കും പോലീസ് നായ വന്നിരിക്കുന്നത്. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ പോവാ. എടി, ആരെങ്കിലും വെടിവെച്ച് വന്നാലും പോലീസ് നായ വരുമോ? പിന്നെ തെളിവില്ലാത്ത കേസുകൾക്ക് തുമ്പുണ്ടാക്കാനല്ലേ നായ കൊണ്ടുവരുന്നത്. അത് ശരി. അപ്പൊ എന്നെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. വീടല്ലേ മോളെ? ചേച്ചി, ഇവിടെ പുതിയൊരു മാമൻ വന്നിട്ടുണ്ട്. മാമനോ? വാ കാണിച്ചു തരാം. മാമ, ഈ ചേച്ചി അറിയോ? ഈ ചേച്ചിയാ എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത്. നന്നായിട്ട് ഡാൻസ് അറിയാം. ഇത് നമ്മുടെ രായപ്പന്റെ പെങ്ങളാ. ഇവളാണ് ഈ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കുന്നത്. അയ്യോ, പാട്ടൊന്നും എനിക്കറിയില്ല. ഈ ഡാൻസിന്റെ കൂടെ നിനക്ക് ഗമയ്ക്ക് ഒരു പാട്ടും കൂടി ഇരുന്നോട്ടെന്ന് വിചാരിച്ചല്ലേ? എന്ത് രാജപ്പനെ പുറത്തൊന്നും കണ്ടില്ലല്ലോ? എന്താ ആരെയോ കണ്ടുപിടിക്കാൻ പോലീസ് നായ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാ. ഇങ്ങനൊരു പേടിത്തൊണ്ട്. ഈ സമയം കളയണ്ട, നിങ്ങൾ പയ്യെ നിങ്ങളുടെ തെയ്യത്താങ്കളി തുടങ്ങിക്കും. അവളെ ചെല്ല് ചെല്ല്. തെയ്യാ തെയ്, 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 തെയ്യാ തെയ്. രാജമണ്ഡപമുണർന്നു നടരാജമണ്ഡപമുണർന്നു സ്വരരാഗസാന്ദ്രമാ മരതകമണിമയ നടരാജമണ്ഡപമുണർന്നു. നൃത്തമഹോത്സവ യവനികയുയർന്നു നൃത്തമഹോത്സവ യവനികയുയർന്നു മൃദംഗതരംഗങ്ങൾ താളമാലികയിലിളകുകയായി. നൃത്തമഹോത്സവ യവനികയുയർന്നു മൃദംഗതരംഗങ്ങൾ
താളമാലികയിൽ ഇളകുകയായി മന്ത്രമുരളികയിൽ ആദിമഹസിലെ അമൃതവല്ലവികൾ വിടരുകയായി മന്ത്രമുരളികയിൽ ആദിമഹസിലെ അമൃതവല്ലവികൾ വിടരുകയായി രുദ്രവീണകളിൽ അമരഗീതമൊഴുകും ശിവധരമ പ്രണവ മധുമയ നടരാജമണ്ഡപമുണർന്നു സ്വരരാഗസാന്ദ്രമാം മരതകമണിമയ നടരാജമണ്ഡപമുണർന്നു ആ ചന്ദ്രിക പോലും തിരുമേ നിറയെ കളഭം തൂവുമ്പോ ചന്ദ്രിക പോലും തിരുമേ നിറയെ കളഭം തൂവുമ്പോൾ ഹിമഗിരി സുതയും ഹരനും താണ്ഡവ ലഹരിയിലഴകിൽ നടനമാടി മഗ്ഗരിത മഗ്ഗരിത നിധവ മപ്പദ്ദവ മപ്പദ്ദവ മഗരി സരിഗമ നിഗമപ മപദനി സരി തത്വങ്ങളായി സംഗീതരസഭര തത്വങ്ങളായി നാഗാഭരണലയമൊഴുകവേ അസുലഭം ഉമയരുളിയ ചടുല നടന ജതികൾ അവയിലുറയുകയായി നടരാജമണ്ഡപമുണർന്നു സ്വരരാഗസാന്ദ്രമാം മരതകമണിമയ നടരാജമണ്ഡപമുണർന്നു ആ ആ ഏയ് എന്തരാ ഇത്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാനേ കട വരെ ഒന്ന് പോവാ. തനിക്കൊല്ലം വാങ്ങാനുണ്ടോ? ഒന്നും വേണ്ട. പറയാൻ പഠിക്കണ്ട. വേണ്ട എന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വരാം. അല്ല വീഡിയോസ് കേട്ടോ. ഞാൻ വലിക്കാറില്ല. വലിക്കാറില്ല? അത് ശരി. എന്നാ ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരേ. വേലേശൻ അറിഞ്ഞോ? ജയിലിൽ കിടന്നൊരു തടവുപള്ളി ജയിലിൽ ചാടി നമ്മുടെ ഈ കാടിനകത്ത് എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന്? ആര് പറഞ്ഞു? ദേ ഈ പത്രത്തിലുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതി തടവ് ചാടി. ഇതിനകത്തുണ്ട് സാറേ, അകത്തുണ്ട്. മാധവൻകുട്ടി, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. 10 വരെ എണ്ണുന്നതിന് മുമ്പ് പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫയർ ചെയ്യേണ്ടി വരും. 1 2 3 4 5 6 7 8 9 10. രാഘവാ, ഇത് കുറച്ച് ഡ്രസ്സാ. ഈ ഇട്ടിരിക്കുന്നെല്ലാം മാറി കൊടുക്കാൻ വേറൊന്നുമില്ലല്ലോ. ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. നാടും വീടും വിട്ട് ഒറ്റപ്പെടുമ്പോഴുള്ള അവസ്ഥ നന്നായിട്ട് അറിയുന്നവനാ ഞാൻ. താനെന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. കുറെ നേരം കിടന്ന് ഉറങ്ങിയോണ്ട് തോന്നുക. എല്ലായിടത്തും പോലീസാ. ഏതോ ഒരുത്തൻ ജയിലിൽ ചാടിയെന്നും പറഞ്ഞ് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ആ എന്തൊക്കെയാ സാറന്മാരെ? വാ ഇരിക്കെ. എന്താ ഈ വഴിയൊക്കെ? എന്തു പറയാനാ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഒരു കഴിവടമോൻ ജയിലിൽ ചാടിക്കൊണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരായിട്ട് ചാടിക്കുക എസ് ഐ സാറ്. ഇവിടെ ഉണ്ടോ നോക്കാൻ വന്നതാ? ഏയ്
കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി നോക്കാൻ വന്നതാ. വേണേ കയറി നോക്കാം കേട്ടോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഈ വഴി പോയപ്പോ ചുമ്മാ ഒന്ന് കയറിയെന്ന് മാത്രം. അവൻ എവിടെ ഒളിച്ചിരുന്നാലും ശരി, ഇന്ന് തന്നെ ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും. ഈ കാട്ടിൽ എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവനെ തപ്പിയെടുക്കില്ലേ? ഞാനും എന്റെ ഭർത്താവും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തീരുമാനങ്ങൾക്കൊന്നും വിലയുണ്ടാവില്ലല്ലോ. എല്ലാ മോഹങ്ങളും മനസ്സിൽ ഒതുക്കി കഴിയുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധം ഏറി വന്നു. പിന്നെ ശോഭ മറ്റൊരാളെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നവനാണ് ഞാൻ. എനിക്ക് സന്തോഷമായി. തടവ് ചാടിയെന്ന് പത്രത്തിൽ കണ്ടു. ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ ജയിലിൽ ചാടിയത്. ഇരട്ട കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. എന്റെ ഭർത്താവ് നന്ദകുമാർ ഇവിടുത്തെ SI. മാധവേട്ടനെ പിടിക്കാൻ രാപകലില്ലാതെ ഓടി നടക്കുക അദ്ദേഹം. ഏത് സമയവും അദ്ദേഹം വരാം. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം, പ്ലീസ്. ഇപ്പൊ കൊണ്ടുവരാം. ഇന്നെന്താ പതിവില്ലാതെ വെള്ളം തന്നെ സ്വീകരിക്കുന്നത്? വേറൊന്നും തരാൻ ഉദ്ദേശമില്ലേ?
കുടിക്കാൻ എടുത്തതാ. അപ്പോഴാ നന്ദേട്ടൻ വന്നത്. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. എപ്പോഴും വരുന്നുണ്ടല്ലോ നിനക്ക് തലവേദന. വല്ല ഡോക്ടറെ കാണണോ? വേണ്ട, ഇപ്പൊ അല്പം കുറവുണ്ട്. രണ്ടും നീ തന്നെ പറയുന്നത്. ഞാൻ അല്പം വിക്സ് പുരട്ടിയിട്ട് വരാം. എന്താ? എന്തു പറ്റി? തലയ്ക്ക് ഒരു മരവിപ്പ് പോലെ. ഇതാ ഞാൻ പറഞ്ഞത് ഡോക്ടറെ കാണണമെന്ന്. വേണ്ട, കുറച്ചേരം കിടന്നാ മാറിക്കോളും.